പ്രശസ്തമായ മുംബൈ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ ഡ്രസ് കോഡ് നിർബന്ധമാക്കി. ശരീരഭാഗം പുറത്തു കാണിക്കുന്ന വസ്ത്രങ്ങൾക്കും കീറിയ ജീൻസിനും സ്കേർട്ടിനും ക്ഷേത്രത്തിൽ വിലക്ക്. പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവരെ അടുത്ത ആഴ്ച മുതൽ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല. ജെയ്സൺ മണിയങ്ങാട് ചേരുന്നുണ്ട്. ജെയ്സൺ, ഏതു സാഹചര്യത്തിലാണ് ഈ ഡ്രസ് കോഡ് നിർബന്ധമാക്കുന്നത്? ഡ്രസ് കോഡ് എങ്ങനെ? മനസ്സിലായല്ലോ, ഇപ്പൊ കേട്ടില്ലേ? മുംബൈയിൽ ഏതോ ഒരു ക്ഷേത്രത്തിൽ ഡ്രസ്സിന് നിയന്ത്രണം ഏർപ്പെടുത്തി. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇതുവരെ ഇത് സംബന്ധിച്ച് ആരും, ഈ വിഷയത്തെ സംബന്ധിച്ച് ആരും തന്നെ ഇതുവരെ ഒരു പ്രസ്താവനയും ഇറക്കിയതായി ഞാൻ കണ്ടിട്ടില്ല. ഇതേ വിഷയം തന്നെയാണ് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും പറഞ്ഞത്. മുസ്ലിങ്ങളോടാണ് അന്ന് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞത്, സ്ത്രീകളും പുരുഷന്മാരും ഇടകലരാൻ പാടില്ല. അന്ന് AP ഉസ്താദ് പറഞ്ഞത് ഇസ്ലാമിൻ്റെ വിധിയായിരുന്നു. ഇപ്പോൾ ഈ പറഞ്ഞതോ? ഈ പറഞ്ഞത് ഡ്രസ്സിന് ഒരു നിയന്ത്രണമുണ്ട്, എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടുകാണ്ട് വരാൻ പാടില്ല ക്ഷേത്രത്തിക്ക്. ഈ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞ ഈ വിഷയത്തിനോട് പ്രതികരിച്ച് കുറേ ചാനൽ ചർച്ചക്കാരും കുറേ സാമൂഹിക പ്രവർത്തകരും പിന്നെ അതുപോലെ മനുഷ്യരുടെ അവകാശത്തിനെ ചോദ്യം ചെയ്യുകയാണ്. ഇത് ഇന്ത്യ രാജ്യമാണ്, ഇത് സൗദി അറേബ്യ എന്നല്ല, അറബ് രാജ്യമല്ല എന്നൊക്കെ പറഞ്ഞ് കത്തിക്കയറിയ ആളുകൾ എവിടെ? മുംബൈയിൽ ഇതാ ഒരു ക്ഷേത്രത്തിൽ കാണാൻ പറ്റാത്ത ഡ്രസ് ഇട്ടുകാണ്ട് അമ്പലത്തിൽ വരാൻ പാടില്ല ഇപ്പോൾ ഫത്വ ഇറക്കിയിട്ടുണ്ട്. എന്താ നിങ്ങൾക്ക് അതിൽ പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? പിന്നെ ഇതും കൂടി പറയുന്നുണ്ട്, പുതിയ ഡ്രസ് കോഡ് പാലിക്കാത്തവർ, അതായത് ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞ, ക്ഷേത്ര കമ്മിറ്റിക്ക് ഒരു ഉദ്ദേശമുണ്ട്, ആ ഉദ്ദേശിച്ച പോലത്തെ ഡ്രസ്സ് ഇട്ടവരല്ലാത്തവർ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമില്ല. ഇനി ഏതൊക്കെയാണ് ആ ഡ്രസ്സുകൾ ഏതൊക്കെയാണെന്ന് കേട്ടു നോക്കാം. രേഷ്മ, മുംബൈയിലെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് സിദ്ധിവിനായക ക്ഷേത്രം. നിലവിൽ സിദ്ധിവിനായക ക്ഷേത്രത്തിൽ അത്തരത്തിലുള്ള ഡ്രസ് കോഡുകളൊന്നുമില്ല, ആർക്കും എങ്ങനെയും പ്രവേശിക്കാം എന്ന ഇതായിരുന്നു. പക്ഷെ അതിനെ ഒരു മാറ്റം വരുത്തിയിരിക്കുകയാണ്. കാരണം പലപ്പോഴും അവിടെ ദർശനത്തിനെത്തുന്ന പല ആളുകളും ഡ്രസ് കോഡിൽ വലിയ ബുദ്ധിമുട്ട് കണ്ടതുകൊണ്ടാണ് ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ഡ്രസ് കോഡ്, പ്രത്യേക ഡ്രസ് കോഡുകൾ പാലിക്കാൻ ശരീരഭാഗം പുറത്തു കാണിക്കുന്നതോ കീറിയ വസ്ത്രങ്ങൾ, കീറിയ ജീൻസ്, കട്ട്സ് എന്നിവ ക്ഷേത്രത്തിൽ നിന്ന് പൂർണ്ണമായും വിലക്കിയിട്ടുണ്ട്. അത് പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കും. ഒരാഴ്ച വരെ സമയം കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ ക്ഷേത്രത്തിൽ അങ്ങനെ ഡ്രസ് കോഡുകൾ കൃത്യമായി പാലിക്കാതെ വരുന്നവരെ പ്രവേശിപ്പിക്കില്ല എന്നാണ് ക്ഷേത്രം ട്രസ്റ്റ് ഇതിനോടകം അറിയിച്ചിട്ടുള്ളത്. അത് എന്തുകൊണ്ട്? ശരീരഭാഗം മുഴുവനും മറക്കാത്ത ആളുകളാണോ ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുന്നത് എങ്കിൽ അവരെ ക്ഷേത്ര കമ്മിറ്റി വിലക്കുന്നു. ഈ ഇന്ത്യ രാജ്യത്തൊരു ഭരണഘടനല്ലേ, എന്താ അങ്ങനെ വിലക്കാൻ പാടുണ്ടോ? അവർ തോന്നിയ പോലെ വന്നോട്ടെ. ഈ ഇന്ത്യ രാജ്യത്തിന് ഒരു ഭരണഘടന ഉണ്ട്. ആ ഭരണഘടന അനുസരിച്ച് അവർക്ക് ഏത് വസ്ത്രം ഇട്ടുകാണ്ട് നടക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. എന്തേ ഒരു മനുഷ്യദ്വരം ഉണ്ടാഞ്ഞ്? എന്തേ ഇതൊന്നും ചാനലിൽ ചർച്ച വരാഞ്ഞ്? ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഏത് ഡ്രസ് ഇട്ട് പോവാനും പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും അവകാശമുണ്ട്. എന്തേ എന്നിട്ട് ഫുള്ള് മറക്കാതെ എന്തേ ആ മുംബൈയിലെ ആ ക്ഷേത്രത്തിൽ അങ്ങനെ വരാൻ കാരണം? എന്താ അതിന് പ്രതികരിക്കാത്ത ആരും? ഇതേപോലത്തെ ഇതേ സമാനമായ വിഷയം തന്നെയാണ് AP ഉസ്താദ് അന്ന് പറഞ്ഞിട്ടുള്ളത്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ അന്ന് പറഞ്ഞത് ആണും പെണ്ണും ഇടകലർന്ന് നിൽക്കരുത് എന്ന് ഇസ്ലാമിൻ്റെ നിയമം പറഞ്ഞപ്പോൾ എന്താ ഇതിനൊരു ഭരണഘടന ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ചാനലിലൂടെ കുറെ ഛർദിച്ച കുറെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. എന്തേ ഇതിനെപ്പറ്റി ഒരു കാമാന്നും ഉണ്ടാഞ്ഞത്? ഇപ്പൊ ഭരണഘടനയ്ക്ക് എവിടെ പോയി? ഈ ഡ്രസ് കോഡ് കൃത്യമായി പാലിച്ചിട്ടില്ലെങ്കിൽ
ഈ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കില്ല എന്നാണ് ആ ക്ഷേത്രത്തിൻ്റെ കമ്മിറ്റിക്കാർ പറഞ്ഞിട്ടുള്ളത്. എവിടെ പോയി ഇതിനു വേണ്ടി എ.പി. ഉസ്താദ് പറയുമ്പോൾ മാത്രം, മുസ്ലിം പണ്ഡിതന്മാർ പറയുമ്പോൾ മാത്രമുള്ളൂ ഈ ചാനൽ ചർച്ചകളും ഇതുപോലത്തെ വേണ്ടാത്തരങ്ങളും പണ്ഡിതന്മാരെ കുറ്റം പറയലും ആലിമീങ്ങളെ ഗ്രൂപ്പ് തിരിച്ച് ചീത്ത പറയലൊക്കെ ഈ മുസ്ലിം പണ്ഡിതന്മാർ മാത്രം പറയുമ്പോഴുള്ളൂ? എന്തേ മുംബൈയിലെ ആ പ്രശസ്തമായിട്ടുള്ള ആ ക്ഷേത്രത്തിൽ ഇതുപോലത്തെ ഒരു പ്രസ്താവന ഇറക്കിയപ്പോൾ ഇന്ത്യൻ്റെ ഭരണഘടന എവിടെ പോയി? ആണിനും പെണ്ണിനും എങ്ങനെ വസ്ത്രമിട്ട് നടന്നാലും പ്രശ്നമല്ല. ഏതൊക്കെയാ വിഷയങ്ങളോ? ജീൻസ്, കീറിയ ജീൻസ് ഇടാൻ പാടില്ല. ഇപ്പോൾ ഒരു മോഡലായിട്ട് കീറിയ ജീൻസ് ഉണ്ടല്ലോ, അത് ഇട്ട് കാണുന്ന ആ അമ്പലത്തിൽ കയറാൻ പാടില്ല. ഇതുപോലെയായിരിക്കണം എല്ലാ ക്ഷേത്രങ്ങളും, എല്ലാ പള്ളികളും, എല്ലാ ചർച്ചുകളും ഇതുപോലെയായിരിക്കണം. ഇത് ഓരോരോ വിഷയങ്ങൾ വരുമ്പോഴും ഇതുപോലത്തെ വേണ്ടാത്ത ചർച്ചകൾ കൊണ്ടുവന്ന് ഈ സമുദായത്തിനെ ഭിന്നിപ്പിക്കുന്നത്. എനിക്ക് അവസാനമായിട്ട് ഓർമ്മപ്പെടുത്താനുള്ളത്, കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് കാന്തപുരം A.P. അബൂബക്കർ മുസ്ലിയാർ നടത്തിയ ആ പരാമർശത്തിനെതിരെ വളരെയധികം ശബ്ദിച്ചവരും വേണ്ടാത്തരങ്ങൾ പറഞ്ഞവരും മുസ്ലിങ്ങളെ ചേരി തിരിച്ച് ചീത്ത പറഞ്ഞവരൊക്കെ ഉണ്ട്. അവർ ഒന്ന് മനസ്സിലാക്കേണ്ടത് നല്ലതാണ്. ഈ മുംബൈയിലുള്ള ഈ പ്രശസ്തമായിട്ടുള്ള ഈ ക്ഷേത്ര കമ്മിറ്റിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെയാവണം എല്ലാവരും. അല്ല എന്നുണ്ടെങ്കിൽ അവർക്കെതിരെ പ്രതികരിക്കൂ എന്നാണ്, എല്ലാ ചാനൽ ചർച്ചകളിലും നിങ്ങൾ പ്രതികരിക്കൂ എന്നാണ് എനിക്ക് വളരെ വിനീതമായിട്ട് പറയാനുള്ളത്. ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ഗുഡ് ബൈ.